RDX രണ്ടാമത്തെ വിഷയത്തിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഭാത വിരുന്നാണ് രാഷ്ട്രീയ കേരളത്തിലെ പുതിയ വിവാദം. കേന്ദ്രവിഹിതം കിട്ടാത്തതിലടക്കം കേന്ദ്ര സർക്കാരുമായി സംസ്ഥാന സർക്കാർ തുറന്ന യുദ്ധത്തിലിരിക്കെയാണ് സൗഹൃദത്തിന്റെയും സമവായത്തിന്റെയും ശരീരഭാഷയിലെ കൂടിക്കാഴ്ച എന്നതാണ് വിവാദത്തിന് വഴി തുറന്നത്. CPIM BJP ഒത്തുതീർപ്പ് ചർച്ചയായാണ് ചായക്കോപ്പകൾക്ക് മീതെ നടന്നത് എന്ന് ആരോപിക്കുന്നു രമേശ് ചെന്നിത്തല. മോദിയോടൊപ്പം ചായ കുടിച്ചതിന് എന്നെ വേട്ടയാടിയവരല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുന്നു NK പ്രേമചന്ദ്രൻ. ഒന്നിച്ചിരുന്നാൽ ഉരുകിത്തിരുന്നതാണോ നിലപാടുകളിലെ രാഷ്ട്രീയ വ്യത്യാസം എന്ന് ചോദിക്കുന്നു മുഖ്യമന്ത്രി. AK ബാലനാകട്ടെ പതിവ് പോലെ അതിലും കടന്നു പറയുന്നു. എന്താണ് നിലവിലെ വിവാദം? എന്താണ് വിവാദത്തിനകത്തെ സൂക്ഷ്മ രാഷ്ട്രീയം? RDX പരിശോധിക്കുന്നു. ആദ്യം ഒരു റിപ്പോർട്ട് കാണാം 59 സെക്കൻഡിൽ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ഫെഡറൽ സംവിധാനമുള്ള നമ്മുടെ രാജ്യത്ത് ഒരു വൻ വാർത്തയാണോ? സാധാരണ നിലയിൽ ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഇത് വലിയ ചർച്ചയാകുന്നു? 3 കാരണങ്ങൾ. 1. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധമെന്ന സംസ്ഥാനത്തിന്റെ നിരന്തര പരാതിക്കിടെയുള്ള കൂടിക്കാഴ്ച. 2. ഗവർണറും മുഖ്യമന്ത്രിയും ഒരുമിച്ച് കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുന്നത് അത്യപൂർവം. 3. കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ദുരൂഹതാ സിദ്ധാന്തം. ഗവർണർ മുഖ്യമന്ത്രിക്കും BJPക്കും ഇടയിലെ പാലമാകുന്നു എന്നാണ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ആരോപണം. ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് താനാണ് ഗവർണറെ ക്ഷണിച്ചതെന്നും നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ചർച്ചയായതെന്നും മുഖ്യമന്ത്രി. അസൂയ മൂത്താൽ ഭ്രാന്താവസ്ഥയിലേക്ക് എത്തുമെന്നതിന് തെളിവാണ് ആരോപണമെന്ന് AK ബാലൻ. ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് ഭിന്നമായി സംസ്ഥാന സർക്കാരിനോട് സൗഹാർദ്ദപരമായ സമീപനമാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റേത്. BJP CPIM വോട്ട് കച്ചവടമെന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ ആരോപണം ഒരിക്കൽ കൂടി സജീവമാക്കുകയാണ് പ്രതിപക്ഷം. RDX റാപ്പ് ന്യൂസ് മലയാളം. ഒരു കൂടിക്കാഴ്ചയിൽ എന്തിരിക്കുന്നു എന്നതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. സ്വാഭാവികമായും ഇപ്പോൾ ആരോപണങ്ങൾക്ക് കാരണമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഒരു വട്ടം വളരെ പെട്ടെന്ന് നോക്കിപ്പോയി. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു കൂടിക്കാഴ്ചയിൽ എന്തിരിക്കുന്നു? ഡൽഹിയിൽ നടന്നത് ഒരു സാധാരണ കൂടിക്കാഴ്ചയാണ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിലും ഈ കൂടിക്കാഴ്ച നടന്ന മാർച്ച് 12-നാണ് ഡൽഹി കേരള ഹൗസിൽ വെച്ച്. ധനമന്ത്രി എത്തിയത് മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചാണ്. അത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിരുന്നു നിയമസഭയിലും. രാവിലെ 9 മണിക്ക് ആരംഭിച്ച കൂടിക്കാഴ്ച 50 മിനിറ്റാണ് നീണ്ടുനിന്നത്. ഒപ്പം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പ്രത്യേക പ്രതിനിധിയായ KV തോമസും ഉണ്ടായിരുന്നു. സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പ്രതിനിധി KV തോമസും സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ അറിയിച്ചു എന്നാണ് മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത്. അനൗദ്യോഗിക കൂടിക്കാഴ്ചയെന്നും വിശദീകരണമുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചയ്ക്ക് വഴിവെക്കുന്നുണ്ട് ഇത്. കൂടിക്കാഴ്ചയുടെ പരിസരം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. കൂടിക്കാഴ്ച ഭരണത്തിനും സമരത്തിനുമിടയിലാണ്. കേരളം നേരിടുന്ന കഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോഴുള്ളത്. അത് ആവർത്തിച്ച് സർക്കാർ പറയുന്നുണ്ട്, നമുക്കും അറിയാം. അർഹമായ ഫണ്ടുകൾ തടഞ്ഞു വയ്ക്കുകയെന്ന് ആണ് കേന്ദ്രം എന്നാണ് കേരളത്തിൻ്റെ ആരോപണം. ഈ ആരോപണം നിലനിൽക്കെ നികുതി വിഹിതം തിരിച്ചു നൽകുന്നതിൽ നീതിരാഹിത്യം ഉണ്ട് എന്ന് കർശനമായി ആവർത്തിച്ച് പറയുന്നുണ്ട് സംസ്ഥാന സർക്കാർ. കേന്ദ്രത്തിൻ്റേത് സാമ്പത്തിക ഉപരോധമാണ് എന്നുള്ള വിമർശനവും ഉയർന്നിട്ടുണ്ട്. ബജറ്റിനെതിരെ തെരുവിൽ പരസ്യ പ്രതിഷേധവുമായി CPIM ഉണ്ട് താനും. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. കേരളത്തിൻ്റെ ഈ സാഹചര്യത്തിൽ ഈ വർഷം ഫെബ്രുവരി വരെ കിട്ടിയത് 5354 കോടി 60 ലക്ഷമാണ്. കഴിഞ്ഞ ഫെബ്രുവരി കിട്ടിയ വിഹിതം 8688 കോടിയാണ്. ആ വ്യത്യാസം നിങ്ങൾ ഓർക്കണം. ഈ കേന്ദ്ര ഗ്രാൻഡിൽ 3000 കോടി രൂപയുടെ കുറവാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ലക്ഷ്യമിട്ടത് 44,546 കോടി രൂപയുടെ കടമെടുക്കലാണ്. ഇതിൽ 41,414 കോടി 22 ലക്ഷം രൂപയാണ് ഇതുവരെ കടമെടുത്തിട്ടുള്ളത്. ലക്ഷ്യത്തിലെത്താൻ ഇനി സംസ്ഥാനത്തിന് 3000 കോടി കൂടി വേണം ഈ സാമ്പത്തിക വർഷം. പക്ഷേ അത് നടക്കുന്നില്ല. സംസ്ഥാനത്തിൻ്റെ അവിടെ കൂടി ഇവിടെ കുറഞ്ഞു എന്ന സ്ഥിതിയുണ്ട്. ഫണ്ടിൻ്റെ കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം യഥാർത്ഥത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി വരെ ആകെ ലഭിച്ചത് 85,578 കോടി രൂപയാണ്. ഈ വർഷം ഉണ്ടായത് 6 കോടി രൂപയുടെ വർധനയാണ്. അതായത് തനത് വരുമാനം വർദ്ധിക്കുന്നുണ്ട്. കേന്ദ്ര ബജറ്റിൽ പക്ഷേ കാര്യമായ പരിഗണന സംസ്ഥാനത്തിന് ഉണ്ടായിട്ടില്ല എന്ന പ്രശ്നമുണ്ട്. പ്രകൃതി ദുരന്തങ്ങളിലും പ്രതീക്ഷിച്ച ധനസഹായം കേരളത്തിന് ലഭിച്ചിട്ടില്ല. കൂടാതെ പദ്ധതി വിഹിതങ്ങളിൽ കുടിശ്ശികയുമുണ്ട് എന്ന സാഹചര്യമുണ്ട്.
ഈ സാഹചര്യം നിലനിൽക്കുക സംസ്ഥാനം വലിയ പ്രക്ഷോഭത്തിലുമാണ്. കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്ന രീതിയിൽ മാറ്റം കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടം നടക്കുന്നു. കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട വാദം കേട്ടു. 13,608 കോടി രൂപയുടെ കടമെടുക്കാൻ സുപ്രീം കോടതിയുടെ അനുമതിയുണ്ട്. ബാക്കി കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രവുമായി ചർച്ച നടത്താനാണ് നിർദ്ദേശമുള്ളത്. ചർച്ച നടന്നെങ്കിലും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണയായിട്ടില്ല എന്നതാണ് സ്ഥിതി. എന്താണ് ഇപ്പോഴത്തെ വിവാദം എന്നുകൂടി നമുക്ക് വേഗത്തിൽ പരിശോധിക്കാം. കൂടിക്കാഴ്ച നിയമസഭയിൽ ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയാണ്. BJP CPIM ഒത്തുതീർപ്പ് എന്ന ആരോപണമാണ് ഇക്കുറിയും ആവർത്തിച്ചിരിക്കുന്നത് പ്രതിപക്ഷം. ഗവർണർ CPIM-നും BJP-ക്കും ഇടയിലുള്ള പാലമാണ് എന്ന്. ഗവർണർ ആർലേക്കർ മുൻ ഗവർണറെക്കാൾ വ്യത്യസ്തമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഗവർണർ CPIM-നും BJP-ക്കും ഇടയിലുള്ള പാലമാണ് എന്നാണ് ആരോപിച്ചിരിക്കുന്നത്. അസൂയ മൂത്താൽ ഭ്രാന്താകുമെന്നാണ് ഇക്കാര്യത്തിൽ AK ബാലന്റെ പരിഹാസം വന്നിരിക്കുന്നത്. കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിടണം എന്ന് K സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. KPC പ്രസിഡന്റ്. മോദിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചതിന് വേട്ടയാടിയില്ലേ എന്ന് NK പ്രേമചന്ദ്രൻ ഇതിനിടെ സങ്കടപ്പെടുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ പരിഹസിക്കുകയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം മോദിക്കൊപ്പം ഭക്ഷണം കഴിച്ച വിഷയത്തിൽ ഈ ഒന്നിച്ചിരുന്നാൽ പക്ഷേ രാഷ്ട്രീയം എങ്ങനെ ഉരുകിത്തീരും എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. നിർമ്മല സീതാരാമനെ കണ്ടത് ഗവർണറുടെ പാലത്തിലൂടെ അല്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. MP-മാർക്ക് ഗവർണർ നൽകിയ വിരുന്നിൽ തന്നെയും ക്ഷണിച്ചിരുന്നു. അവിടെ വെച്ച് ധനമന്ത്രിയുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ ഗവർണറെ താൻ ക്ഷണിക്കുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഗവർണർ പങ്കെടുത്തത്. വ്യത്യസ്ത രാഷ്ട്രീയക്കാർ തമ്മിൽ കണ്ടാൽ രാഷ്ട്രീയം ഉരുകിപ്പോകില്ല. നാടിനെതിരായ പ്രശ്നങ്ങളല്ല, പക്ഷേ നാടിൻ്റെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തതെന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ കാര്യങ്ങളിൽ ഗൗരവമായ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ ധനമന്ത്രിയും പറഞ്ഞു എന്ന് വിശദീകരിക്കുന്നു. പ്രതിപക്ഷം പക്ഷേ ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് എന്താണ് എന്ന് കൂടി നമുക്ക് വേഗത്തിൽ പരിശോധിച്ചു പോകാം. BJP-യോട് CPIM മൃദു സമീപനം എന്ന പ്രചാരണമാണുള്ളത്. കോൺഗ്രസ് നേരിട്ട മൃദു ഹിന്ദുത്വ സമീപന ആരോപണത്തിന് അതേ നിലയിൽ തിരിച്ചടി നൽകുക എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം ആലോചിക്കുന്നത്. BJP വിരുദ്ധ വോട്ടുകൾ UDF-ലേക്ക് അടുപ്പിക്കുക എന്നുള്ള ആലോചനയും ഈ കാര്യത്തിൽ UDF-നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടം സംസ്ഥാന സർക്കാർ നിർത്തി എന്ന പ്രചാരണം കൂടി ഈ ഘട്ടത്തിൽ സജീവമാക്കുകയാണ് പ്രതിപക്ഷം. ഗവർണർ മാറിയപ്പോൾ നയം മാറിയോ എന്നതുകൂടി നമുക്ക് വേഗത്തിൽ പരിശോധിക്കാം. ധനമന്ത്രിയും BJP-യും കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുകയാണ്. ആരിഫ് ഖാനെ പോലെ സർക്കാരുമായി സംഘർഷത്തിനില്ല എന്ന സന്ദേശമാണ് കൊടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആരിഫ് ഖാൻ ഉന്നയിച്ച ആരോപണങ്ങൾ BJP അതേപടി ഏറ്റെടുത്തിരുന്നു. ഗവർണറെ സർക്കാരിനെതിരായ മൂർച്ചയുള്ള ആയുധമായാണ് കഴിഞ്ഞ ഗവർണറെ ഉപയോഗിച്ചത്. കേന്ദ്രം കേരളത്തിൻ്റെ ശത്രു എന്ന LDF പ്രചാരണം പക്ഷേ ഫലം കണ്ടു എന്നതാണ് യാഥാർത്ഥ്യം. സാമൂഹിക മാധ്യമങ്ങളിലും ഗവർണർക്കെതിരെ വ്യാപകമായ പ്രചാരണമുണ്ടായി. ആ പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ കേന്ദ്ര സർക്കാരിനും ഇപ്പോൾ താല്പര്യമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന സർക്കാരുമായി നല്ല ബന്ധത്തിൽ പോകുമെന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിൻ്റെ പ്രസ്താവനയും ഈ നിലയ്ക്ക് കാണണം. കാരണം അദ്ദേഹം ഒരു RSS പ്രവർത്തകൻ കൂടിയായിരുന്നല്ലോ. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണെന്ന് നോക്കാം. ഗവർണറുമായി മികച്ച ബന്ധം സൂക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഗുണകരമാകുമെന്നുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരുള്ളത്. പ്രശ്നമുണ്ടായാൽ സർക്കാരിൻ്റെ കുഴപ്പമാണെന്ന പൊതുബോധം ഉയരും. ആ സാഹചര്യം BJP രാഷ്ട്രീയമായി ഉപയോഗിക്കും. ഗവർണറുടെ സഹകരണം സംസ്ഥാന താല്പര്യങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള നീക്കം നടത്തണം എന്നുള്ളതാണ് ആലോചന. ഇതാണ് ഇപ്പോഴുള്ള ഒരു സാഹചര്യം. പല അടരുകളായാണ് ഇത് കിടക്കുന്നത്. കാരണം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, ഇവിടെ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം, അതിനിടയ്ക്ക് ഇന്ന് പോലും നിർമ്മല സീതാരാമൻ ശക്തമായി കേരളത്തെ വിമർശിക്കുന്നു, CPIM-നെ വിമർശിക്കുന്നു എന്നുള്ള, കമ്മ്യൂണിസ്റ്റുകളെ വിമർശിക്കുന്നു എന്നുള്ള സാഹചര്യം. ഇതെല്ലാം നിലനിൽക്കെയാണ് ഈ വിവാദം ഇങ്ങനെ കടന്നു പോകുന്നത്. ഇതിപ്പോൾ തീരുമോ അതോ കുറച്ച് നീണ്ടു നിൽക്കുമോ? പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ ഡാറ്റ ഷീറ്റിനകത്ത് ഒറ്റ തവണയാണ് NK പ്രേമേന്ദ്രൻ്റെ പേര് കണ്ടത്. പക്ഷേ അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ NK പ്രേമേന്ദ്രൻ അതിലേ നടന്നു പോകുമ്പോഴും പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. പ്രധാനമന്ത്രി വിളിച്ചാൽ പോയിരിക്കാൻ പറ്റുമോ എന്നിട്ട് അദ്ദേഹം പോയി. പക്ഷേ ഇവിടെ ഭയങ്കരമായ പ്രശ്നമുണ്ടായി. NK പ്രേമേന്ദ്രനെതിരെ വലിയ തോതിലുള്ള വിമർശനം ഉണ്ടായി. ഇപ്പോഴും മുഖ്യമന്ത്രി നിർമ്മലാ സീതാരാമനെ ചെന്ന് കണ്ടപ്പോൾ വിമർശനം ഉണ്ടാകുന്നുണ്ട്. എപ്പോഴൊക്കെ BJP-യുടെ ഭാഗമായിട്ടുള്ള പ്രധാനമന്ത്രിയെയും മറ്റ് നേതാക്കളെയും ഈ കോൺഗ്രസിൻ്റെയും NK പ്രേമേന്ദ്രൻ പോലുള്ള നേതാക്കളും CPM-കാരും കണ്ടാൽ മറ്റ് എതിർകക്ഷികൾ പ്രശ്നമുണ്ടാകും. പക്ഷേ ഇതിൻ്റെ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ BJP-യുടെ ലീഡർഷിപ്പിനോട് അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളോട് ചർച്ച നടത്താതെ കേരളത്തിലെ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല.
ഇതാണ്. അതായത് ഇതൊരു വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഒരു മീറ്റിങ്ങും അത്രയ്ക്ക് നിസ്സാരീകരിച്ച് പറയാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രൊഫൈലുള്ള ആളുകൾക്ക് ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ കാലത്ത് അങ്ങനെ നിസ്സാരീകരിച്ച് പറയാൻ പറ്റുന്നതല്ല. പ്രധാനപ്പെട്ട രാഷ്ട്രീയ മീറ്റിംഗ് ആണിത്. ഈ രാഷ്ട്രീയ മീറ്റിങ്ങുകൾ നടത്താതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു വസ്തുതയാണ്. ബി ജെ പി നേതാവാണ് ആയിരുന്നു, RSS പ്രവർത്തകൻ തന്നെയായിരുന്നു ആർലേക്കർ. അദ്ദേഹം ഗവർണറായി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം പോയിട്ട് BJP നേതാവ് കൂടിയായിട്ടുള്ള കേന്ദ്രമന്ത്രിയെ കാണുക എന്നത് വളരെയേറെ ആവശ്യം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെയേറെ ദുരന്ത സമാനമായ സാഹചര്യത്തിൽ കിടക്കുകയാണ്. അതായത് കേന്ദ്രം പിടിവാശിയിലാണ്, പണം തരില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ആ പണം ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്കണം. പണം വാങ്ങിച്ചെടുത്താൽ മാത്രമേ കേരളത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കേരളത്തിലെ കാര്യങ്ങൾ ഇപ്പോൾ തമിഴ്നാടിന് പറ്റും. തമിഴ്നാട് ഇവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന തമിഴ്നാടിന് വേറെ സാമ്പത്തിക അവസ്ഥയുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. കുറേ കൂടെ വലിയ സംസ്ഥാനമാണ്. കേരളത്തിനതില്ല. കേരളം പുതിയ ചില സാമ്പത്തികാവസ്ഥകൾ ഉണ്ടാക്കാനുള്ള മേഖലകൾ തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് അടുത്ത തവണ കൂടെ സർക്കാർ കിട്ടുകയാണെങ്കിൽ ഒരു ടേമിൽ മുന്നോട്ട് പോയിട്ട് ആ കാര്യങ്ങൾ വികസിപ്പിച്ചെടുക്കാം. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ വികസിപ്പിച്ചെടുക്കാമെന്ന് സംസ്ഥാന സർക്കാരും CPM കണക്ക് കൂട്ടുന്നുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഏതായാലും അതില്ല. ഇപ്പോൾ കേന്ദ്രത്തോട് സമവായത്തിൽ പോയാൽ മാത്രമേ കാര്യങ്ങൾ ഇവരുടെ അടുത്ത് പിടിവാശിയിൽ വാങ്ങിച്ചെടുക്കാൻ പറ്റൂ. മറ്റൊരു ഉദാഹരണം ആലോചിച്ച് നോക്കുക ഹർഷൻ. അതായത് NHMൻ്റെ പണം അവർ കൊടുത്തില്ല. അതായത് ഈ പേര് മാറ്റാത്തത്, ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന പേര് മാറ്റാത്തത് കൊണ്ട് പണം കൊടുത്തില്ല. കുറേ നേരം പിടിച്ചു നിന്ന് നോക്കി, പക്ഷേ പിന്നീട് പേര് മാറ്റിയിട്ട് പോലും പണം കൊടുത്തില്ല. അപ്പോൾ വളരെ കാർക്കശ്യത്തോടു കൂടി നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കും എന്ന് നിലപാട് സ്വീകരിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് താഴോട്ട് നിന്നിട്ട് അവിടെ പോയി നിന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മറ്റും നടത്തിയാൽ തന്നെ നടക്കൂ എന്നൊരു സാഹചര്യമുണ്ട്. ഞാനതിൽ കേരളം അങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് കാണുന്നില്ല. NK പ്രേമചന്ദ്രൻ അന്ന് പോയത് ഒരല്പം പരിഹാസത്തോടെയായിരുന്നു ഞാൻ കണ്ടിരുന്നത്. പിന്നീട് RSSനോട് ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ചർച്ചയെ ഞാൻ കുറച്ച് പരിഹാസത്തോടെയായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം BJP വലിയ തോതിൽ അവർക്ക് പിടിവാശി പിടിച്ച് മുന്നോട്ട് പോകാവുന്ന നിലയിലാണ് എന്ന് കേന്ദ്ര സർക്കാർ ഫെഡറൽ തത്വങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് അടവ് നയമൊക്കെ സ്വീകരിക്കുന്ന ആളുകൾക്ക് അങ്ങോട്ട് പോയിരിക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിൽ തെറ്റ് കാണുന്നില്ല. അതിലൊരു പ്രശ്നം തമിഴ്നാട് തൊട്ടപ്പുറത്ത് ഈ ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്, അവർക്ക് പല സാമ്പത്തിക സാധ്യതകളുണ്ട് എന്നതൊക്കെ വസ്തുതയാണ്. പക്ഷേ അത് നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല പല പോരാട്ടങ്ങളിലും തമിഴ്നാടിനൊപ്പമാണ് കേരളം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തൊട്ടടുത്ത് ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് തമിഴ്നാടുമായി ചേർന്നൊരു സമരത്തിലേക്ക് പോവുകയാണ് കേരളം. ഇതൊക്കെ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് എന്ന ചോദ്യം സ്വാഭാവികമായും ഇനി ഉയരും. മാത്രമല്ല ഇതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ നടത്തിപ്പ്, സാമ്പത്തികമായ മുന്നോട്ട് പോക്ക്, അടുത്ത സർക്കാരിൻ്റെ രൂപീകരണം, ആ സർക്കാരിനെ പിടിച്ചെടുക്കൽ, അല്ലെങ്കിൽ ആ സർക്കാർ വീണ്ടും LDFൻ്റെ സർക്കാർ വരിക എന്നൊക്കെയുള്ള വിശാലമായ പദ്ധതി വേറെ ഉണ്ടാവും. പക്ഷേ ഇതിലൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ കൂടിക്കാഴ്ച സ്വാഭാവികമായും വ്യാഖ്യാനിക്കപ്പെടുക ഒരു സന്ധി ചെയ്യൽ എന്ന നിലയ്ക്ക് തന്നെയാണ്. അതിനിപ്പോൾ കൂടുതൽ വ്യാഖ്യാനിക്കേണ്ടതില്ല, സംശയമില്ലാത്ത വണ്ണം അത് സന്ധി ചെയ്യലാണ്. അതെത്രത്തോളം വേണ്ടിയിരുന്നു എന്ന സംശയം പക്ഷേ എനിക്ക് ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ സർക്കാർ പ്രത്യയശാസ്ത്രപരമായി ഈ സർക്കാരിനോട്, കേന്ദ്ര സർക്കാരിനോട് വലിയ എതിർപ്പ് സംസ്ഥാനത്ത് ഈ സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്ന CPMനുണ്ട്. ആ എതിർപ്പ് അങ്ങനെയാണ് എന്ന് നിലനിർത്തേണ്ട രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിലുണ്ട്. തൽക്കാലത്തേക്ക് ഇതൊക്കെ നടത്തിയെടുക്കാം, ഈ സംസ്ഥാനത്തെ അങ്ങ് രക്ഷിച്ചു കളയാം എന്നുള്ള മട്ടിൽ മാത്രം ഇതിനെ കണ്ടാലുള്ള പ്രശ്നം രാഷ്ട്രീയമായി പരാജയപ്പെടുമോ എന്നുള്ള സംശയമാണ് എനിക്കുള്ളത്. ആ സംശയം സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ. കാരണം ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ സമരവും ഭരണവും എന്നുള്ളത് ഇവരുടെ ആദ്യത്തെ മുതലുള്ള ലൈനാണ്. EMS സർക്കാരിൻ്റെ കാലത്ത് തന്നെ സമരവും ഭരണവുമാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ. അക്കാലത്ത് പക്ഷേ കോൺഗ്രസ് മൃദുവായിട്ടുള്ളതായതുകൊണ്ട് മൃദുവായിട്ടുള്ളൊരു നിലപാടുള്ള കോൺഗ്രസ് സർക്കാർ ആയിരുന്നത് കൊണ്ട് അക്കാലത്ത് അതൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ വളരെ കാർക്കശ്യത്തോടെ ഞങ്ങൾക്ക്, അതായത് NHMൻ്റെ പണം, നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് ഒന്നുകൂടി വരികയാണ്, NHMൻ്റെ പണം നിങ്ങൾ പറഞ്ഞ പിടിവാശിക്ക് ഞങ്ങൾ വഴങ്ങാമെന്ന് പറഞ്ഞതിന് ശേഷം പോലും 600 കോടി രൂപ കൊടുക്കുന്നില്ല കേന്ദ്രം. അപ്പോൾ അത്രക്ക് കാർക്കശ്യത്തോടെ നിൽക്കുന്ന, മറ്റൊന്നും പരിഗണിക്കാത്ത ആളുകളാണ്. പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയമായിട്ട് അല്പം പിടിവിട്ടൊരു അതിരിവിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഹർഷൻ, ഇതിപ്പോൾ BJP RSS, ഇപ്പോൾ നമ്മളൊക്കെ രാഷ്ട്രീയം ശ്രദ്ധിച്ചു തുടങ്ങുന്ന കാലത്ത് RSSനോടും BJPയോടും അതിശക്തമായിട്ടുള്ള നിലപാടായിരുന്നു CPM. എന്ന് വെച്ചാൽ കണ്ണൂരിലൊക്കെ വലിയ അക്രമ സംഭവങ്ങൾ തന്നെ നടക്കുന്നത് RSS എന്ന് വെച്ചാൽ വലിയ എതിർപ്പായിരുന്നു. ഇപ്പോൾ നിയമസഭക്കകത്ത് രമേശ് ചെന്നിത്തല പറയുകയും VD സതീശൻ പുറത്തു പറയുകയും ഇവർ തമ്മിൽ സഖ്യമാണെന്നൊക്കെ പറയുമ്പോൾ പൊതുമണ്ഡലത്തിൽ ഉണ്ടാകുന്നൊരു മാറ്റം ഞാൻ വിചാരിക്കുന്നത് RSS CPM തമ്മിൽ വലിയ, അല്ലെങ്കിൽ BJP CPM തമ്മിൽ വലിയ ഫൈറ്റ് അല്ല എന്നൊരു തോന്നൽ സാധാരണ മനുഷ്യർക്ക് ഉണ്ടായി കൊടുക്കുക എന്നതുകൂടെയാണ്. എന്ന് വെച്ചാൽ അവരുടെ രാഷ്ട്രീയമായിട്ട് രണ്ടുപേരും രാഷ്ട്രീയത്തിൽ ഒരുങ്ങി പോകുന്നൊന്നുമില്ല. പക്ഷേ ഈ പരസ്പരം ഒരല്പം ഇവർ തമ്മിൽ അത്ര വലിയ ദേഷ്യമില്ല, പഴയ കാലത്തുള്ള അത്രക്ക് പോലെയല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊരു പക്ഷേ എനിക്കറിയില്ല
ആളുകൾ വിചാരിക്കുന്നുണ്ടാകണം. ഇപ്പോൾ RSSൻ്റെയും ഒക്കെ കഠിനമായിട്ടുള്ള RSS വീടുകളിലുള്ള ആളുകൾ BJPക്കാർ ടാക്ടിക്കലി ഇത്തവണ CPM-ന് തന്നെ വോട്ട് ചെയ്തേക്കാം, ഇത് LDF-ന് പോയിട്ട് വോട്ട് ചെയ്തേക്കാം, കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ എന്ന് തീരുമാനിച്ചാൽ, ഞാനത് അതിന് വിട്ടാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു, പക്ഷേ അങ്ങനെ തീരുമാനിച്ചാൽ അതിന്റെ ഗുണം ഒരുപക്ഷെ അവർക്ക് കിട്ടുമായിരിക്കും. അങ്ങേയറ്റം പൊളിറ്റിക്കലാണ് കേരളത്തിലെ RSS വോട്ടർമാരും ഒക്കെ. അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല ഇതിൽ ഇപ്പോൾ MK പ്രേമചന്ദ്രൻ പറഞ്ഞല്ലോ, അവരിട്ട ബർമുട ഞാനിട്ട വള്ളിക്കളസം എന്നുള്ളത് വളരെ ലളിതമായി അദ്ദേഹത്തിന് ആ വിഷയത്തെ ആ നിലയ്ക്ക് പ്ലേസ് ചെയ്യാൻ കഴിയുന്നു. അതായത് എത്രയെത്ര പോരാട്ടങ്ങൾ നടത്തി, രക്തസാക്ഷികളുണ്ടായി, ആ നിലയ്ക്ക് പ്രത്യയശാസ്ത്രപരമായി ഈ സംഘപരിവാറിനെതിരെ RSSനെതിരെ പോരടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നയിക്കുന്ന സർക്കാർ, ആ സർക്കാർ അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിന് പകരം ചെയ്യേണ്ടത് ജനങ്ങളെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. തെരഞ്ഞെടുപ്പിൽ എന്നിട്ടും ഈ ജനം പരാജയപ്പെടുത്തിയാൽ തോൽക്കട്ടെ എന്ന് തീരുമാനിക്കുക എന്നതാണ് വേണ്ടതെന്നാണ് എനിക്ക് കാര്യം കൂടെ പറയട്ടെ. ഇപ്പോൾ RSS ഫാസിസ്റ്റ് അല്ല എന്നൊരു ചർച്ച CPM നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്തകളെല്ലാം വന്നല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് മുമ്പുണ്ടായിരുന്ന RSS വിരുദ്ധത അത്രത്തോളം ഇല്ലേ എന്ന് സംശയിപ്പിക്കുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. നാട്ടുകാരാണ് ചിലപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് ആലോചിച്ചു കൂടായികയില്ല. അതിപ്പോൾ ആത്യന്തികമായിട്ട് UDF-ന് ഗുണം തന്നെയാണോ ചെയ്യുക എന്ന് UDF-കാർ നല്ലോണം ആലോചിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPIM-നെ പ്രഹരിക്കാൻ പ്രതിപക്ഷം ശക്തമായി പ്രയോഗിച്ച ആയുധമാണ് BJP ബാന്ധവം എന്നത്. അത് വീണ്ടും എടുത്ത് പ്രയോഗിക്കുകയാണ് കോൺഗ്രസ്. അതിൽ തന്നെ രമേശ് ചെന്നിത്തല ഒരു മുഴം മുന്നേ നിന്ന് ആരോപണ ശരങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം ഗവർണർ ആർലേക്കറുടെ നിലപാടാണ്. കേരള വിരുദ്ധ BJP എന്ന പ്രചാരണത്തെ ആക്കിയത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചെയ്തികളാണ്. അതിന് കടകവിരുദ്ധമായാണ് ആർലേക്കറുടെ സമീപനം. അടിമുടി RSS ആയ ആർലേക്കർ ഇത്തരത്തിൽ സൗഹൃദത്തിന്, ഹസ്തദാനത്തിന് തയ്യാറാകുമ്പോൾ അതിന് പിന്നിലും ഉണ്ടായേക്കാം ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ.